ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ സെലീല. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ജീച്ചാനും പിള്ളേരും അവിടെ US സുഖമായിട്ടിരിക്കുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടെങ്കിൽ അറിയാം, ഞാൻ USA ഇവിടെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം മണി 9-10 മണിക്ക് അടുപ്പിച്ചായിട്ടുണ്ട്. ഇങ്ങനെ നാത്തൂൻ ഗാർഡൻ ചെയ്തിട്ട് പോയി. പക്ഷേ ഇവിടെ നാത്തൂൻ്റെ മമ്മി ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് രസമായിട്ടാണ് എല്ലാം. കുറേ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമുണ്ട്. വീട്ടിൽ കുറേ ചെടികളുണ്ടായിട്ട് എല്ലാത്തിനെയും കൊന്നിട്ട് വന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെടി കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. എൻ്റെ താഴോട്ടും ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നാത്തൂൻ വെച്ചിട്ട് പോയി. നാത്തൂൻ്റെ മമ്മി അതെല്ലാം നല്ലോണം മമ്മിയും പപ്പയും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തായാലും നമുക്കൊന്ന് താഴോട്ട് പോകാം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മമ്മിയൊക്കെ വരുന്നുണ്ട്. മമ്മിയും ഡാഡിയൊക്കെ വൈകുന്നേരം വരും. 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതിന് വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അങ്കിള് എന്നെ വിളിക്കാൻ പറ്റുന്നല്ലോ, നാത്തൂൻ്റെ പപ്പ. അങ്കിള് കോട്ടയത്തോട്ട് പോയേക്കുക ഒരു അത്യാവശ്യത്തിന് വേണ്ടി. ഇന്ന് രാവിലെ 6:30 എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ 6:30 ആയപ്പം അതിന് പോയി. ഉണ്ടായത് ഒരു മരിപ്പിന് പോയായിരുന്നു. അപ്പോൾ ആൻറ്റി മാത്രമേ ഉള്ളൂ ഇപ്പോൾ താഴെ. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇന്ന് പറ്റുമെങ്കിൽ നമുക്കൊന്ന് പുറത്തോട്ട് ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് ഒന്ന് കടയിലോട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ച് എണ്ണിട്ടതാണ്. നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം എൻഗേജ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ അതിന് മുന്നേ എനിക്കിപ്പോൾ കടയിലും എല്ലാം പോവുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നടക്കും. വന്നിട്ട് പിന്നെ നാളത്തേക്കിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ തേച്ച് തുണിയൊക്കെ കൊണ്ടുവന്നേക്കും. എന്നാലും എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെ നടക്കുമില്ലെന്ന് അറിയത്തില്ല. നമുക്ക് വഴിയേ പോവാം. ചില വീഡിയോസൊക്കെ എടുത്തതൊന്നും ശരിയായില്ല, എനിക്കറിയത്തില്ല. ചിലതിൻ്റെയൊക്കെ സൗണ്ടും ഒക്കെ പ്രശ്നം വന്നു. ഹോപ്പ്ഫുള്ളി ഇതിനൊന്നും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ അവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ കുറച്ചെടുത്ത വീഡിയോസിനൊന്നും സൗണ്ട് ഇല്ലാതായിപ്പോയി. ഇതെല്ലാം കവർ ചെയ്തിട്ടേക്കുക. ഇവിടെ എപ്പോഴും അടച്ചിട്ടേക്കുന്നത് കൊണ്ട് തുണി ഇട്ടേക്കുക. TV ഒന്നും ഇവിടെ ആരും താമസിക്കാറില്ല. നാത്തൂൻ്റെ പപ്പയും മമ്മിയൊക്കെ താഴെയാണ്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രദർ ഇവിടെ പുതിയ ഒരു വീട് പണിത് ഇപ്പം അങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെ എൻ്റെ അച്ഛനെയും നാത്തൂനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇതിവർ ഇവിടെ നിന്ന് പോകുന്ന സമയത്തുള്ള ഒരു ഫോട്ടോയാണ്. ഹലോ, ഞാൻ നേരത്തെ വിളിക്കാത്തത് എങ്ങനെ വിളിക്കും? 9 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പം 10 മണിയായി. 10 മണിയില്ല, ഞാൻ 9 മണിക്ക് ഉണർന്ന്. ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഉറങ്ങിയില്ലേ? മോശമല്ലേ? ഞാൻ ഉറങ്ങില്ലായിരുന്നു. സൗണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഡോറ് തുറന്നിരിക്കുന്നത് കാണരുത്. ഞാൻ ആക്ച്വലി 8 മണിയായപ്പോഴാണ് ഒന്ന് ഉറങ്ങി. എന്ന് വെച്ചാൽ അറിയാതെ ഉറങ്ങിപ്പോയെന്ന്. അതുവരെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എന്താ സ്പെഷ്യൽ നോക്കട്ടെ. അപ്പം അല്ല, ഞാൻ ചുമ്മാ എനിക്കറിയത്തില്ല. കഴിഞ്ഞ 2 വർഷം മുന്നേ എടുത്തത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഹോപ്പ്ഫുള്ളി എഡിറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ആ ധൈര്യത്തിലാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്രിസ്മസ് സ്പെഷ്യലും ആണല്ലോ, അപ്പം സ്റ്റൂ. വീഡിയോ എടുക്കാനായിട്ട് അങ്ങ് എന്നായിരുന്നു ആലാണ്ട് പൂച്ച ഒക്കെ ഇത്ര സൗണ്ട് ഉണ്ട്. ഇത്ര ഞങ്ങളുടെയൊക്കെ ഇച്ചിരി എണ്ണിട്ട് ഒരു മൈൻഡ് ഓടത്തൊന്നുമില്ല. നമ്മുടെ വീട്ടാന്നുള്ളത്. ഫുഡൊക്കെ കൊടുത്തായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇത് ആമ്പലം. ഇപ്പം എല്ലാം തീർന്നു. ഇനി അടുത്ത സെറ്റ് വളം ഇട്ടിരിക്കുക. മീനൊക്കെ പൊങ്ങി ഫുഡ് തരാനാന്ന് കരുതി കൊടുത്തതാ എല്ലാവർക്കും. അടിപൊളി. അത് ഇങ്ങനെ തുറന്നു കിടന്നപ്പോഴേ കിളി വന്നിട്ട് എടുത്തോണ്ട് പോയി. അഭിനയം കേട്ടോ. ഇത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം. 9:30 ആയിട്ടുണ്ട്. എന്തെങ്കിലും രാവിലെ കഴിക്കാനായിട്ട് പിള്ളേർക്ക് ബ്രെഡ് ടോസ്റ്റ് ഫ്രഞ്ച് ടോസ്റ്റ് വേണമെന്ന് പറഞ്ഞു.
ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോകും. പിന്നെ നിഷി അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിഷി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എഗ് ടോസ്റ്റിന് അപ്പോൾ നമ്മൾ മുട്ട എടുക്കുകയാണ്. ട്രേ വെളി വെക്കും. ഞാൻ ഇന്നലെ എയർ ഫ്രയർ എടുത്ത് വെളി വെച്ചായിരുന്നു. എയർ ഫ്രയറിൽ നമ്മൾ മേക്ക് സ്പ്രിംഗ് റോൾ ഡിന്നറിന് പോയപ്പോൾ ഒന്നും കഴിക്കാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോൾ എടുത്ത് വെച്ചു. നമ്മൾ ക്രിസ്മസിന് നമ്മുടെ നെയ്ബർ ഫ്രണ്ടും ബിനു ആൻഡ് ഫാമിലി വിളിച്ചായിരുന്നു. ബിനു, ജൂലി ആൻഡ് ഫാമിലി വിളിച്ചായിരുന്നു. നമ്മുടെ ക്രിസ്മസ് അവരുടെ കൂടെ ആഘോഷിച്ചു. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏരൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ആൻ അവിടെ ചായക്കുള്ള പരിപാടി ചെയ്യുന്നു. ആരാ തന്നെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? This is a shell? That's fine, I'll take it out. Yeah. Looks like it. Small piece. 2.5, right? Huh? 2.5, yeah. ഒരു കിൻഡൽ പാത്രമുണ്ട് കഴുകാൻ. എനിക്ക് കിച്ചണിൽ കുക്ക് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും ദേഷ്യമുള്ള സാധനം പാത്രം കഴുകുന്നത്. ഈ മിക്സിങ് ഇറ്റ് വെൽ. ഇതെനിക്ക് തോന്നുന്നു ടിമൂന്നോ അങ്ങനെ വല്ലതും മേടിച്ചെന്ന് തോന്നുന്നു. ഈ ഒരു ഇതുണ്ട്, ഈ ഇതിൻ്റെ പേര് വിസ്ക്. ഇങ്ങനത്തെ ഒരു വിസ്ക് സാധാരണ ഇങ്ങനെ കയ്യിലിങ്ങനെ അടിക്കുന്ന വിസ്ക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഞെക്കുവാണെങ്കിൽ ഇത് മിക്സ് ആയിക്കൊണ്ടിരിക്കും. ചായ ഉണ്ടാക്കുക. ഞാൻ ചായ ഉണ്ടാക്കാൻ കാണാമെന്ന് തോന്നുന്നു. ചായ ഉണ്ടാക്കുന്നത് കാണാൻ വന്നു. എൻ്റെ സിങ്കിലുള്ള പാത്രങ്ങൾ നോക്കരുത്. നിഷി, നിന്നോടും കൂടെ ഞാൻ പറഞ്ഞത്, സിങ്കിലുള്ള പാത്രങ്ങൾ നോക്കരുത്. You don't need what? I was gonna grab your. I don't need Google. I don't need Google one. Okay. Pour some for mine. I'm going to. ഇനി അടുത്ത് ബ്രെഡ് പാൻ ചൂടായി. Is the pan hot? Did you check if the pan is hot? It's hot. It's hot? Hot enough? ഓക്കെ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത ബ്രെഡ് തന്ത്രപൂർവം മാറ്റി. ഇത് കുക്കാവും തോറും ഇച്ചിരി കൂടെ കട്ടി വരും. ബ്രെഡിൻ്റെ തിക്കാവും. പക്ഷെ അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത് പിന്നെ ചെറുതാവും. ആദ്യത്തെ ഫ്രഞ്ച് ടോസ്റ്റ് ഇപ്പോൾ കഴിച്ചു. എന്ത് രാവിലത്തെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ 10:30 ഉച്ചയ്ക്ക് എന്തെങ്കിലും നോക്കണം. ഉച്ച താഴെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പം സംസാരിച്ചതിന് ശേഷം പിന്നെ ഞാൻ സംസാരിച്ചൊന്നുമില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നല്ല അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് പ്രമാണിച്ച് ആൻറ്റി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെടിയുടെ പുറകിൽ ഇവിടെ ആൻറ്റിക്കും ഇഷ്ടമാണ്, നാത്തൂനും ഇഷ്ടമാണ്, പിന്നെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ ചെടികളുടെ കുറിച്ചൊക്കെ കുറച്ച് നേരം ഇങ്ങനെ അതിനെയൊക്കെ ചുറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ പോകുന്നത് ഷോപ്പിംഗ് ആണ് ഉദ്ദേശം. എന്ന് വെച്ചാൽ ഞാൻ വന്നേക്കുന്ന 2 ആഴ്ചത്തേക്കിന് വേണ്ടിയാണ്. ഷോപ്പിങ്ങൊക്കെ ഇപ്പോഴേ തുടങ്ങിയാൽ, വന്ന ഉടനെ തുടങ്ങിയാൽ നമ്മൾ പോകാൻ നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ, ബ്ലൗസൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും തയ്ച്ച് കിട്ടത്തുള്ളൂ. എന്തൊക്കെ വാങ്ങിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അതോ ഞാൻ ഇനി നാഗവല്ലി ആകുമെന്നും എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഉള്ളൂരാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-20 മിനിറ്റേ ഉള്ളൂ നമ്മൾ സിറ്റിയിലോട്ടങ്ങനെ ഇറങ്ങാനായിട്ട്. 10-15 മിനിറ്റൊക്കെ ഉള്ളൂ. എന്തൊക്കെ നടക്കും ഇല്ലേ, ഇങ്ങനെ ഉറക്കം തൂങ്ങോ ഇല്ലേന്നോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ വീഡിയോ ഇപ്പോൾ എന്തൊക്കെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ എടുക്കണമെന്നൊക്കെയാണ് വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി എനിക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചയായപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ചൂട് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കൊന്ന് ചൂടിനേക്കാൾ ഉപരി ഇങ്ങനെ ആവിയാണ് ഇവിടെ കൂടുതൽ. ഹ്യൂമിഡിറ്റി. അതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ നൂത്ത് കഴിഞ്ഞാൽ അത് ചുരുണ്ടിങ്ങി വരും. ഇതൊക്കെ പണ്ട് ഞാൻ എപ്പോഴും പോകാറുള്ളതായിരുന്നു. കുടയൊക്കെ പിടിച്ച് ട്യൂഷന് പോകുമ്പോൾ കുട പിടിച്ചേ പോകത്തില്ല. അവരോട് പറഞ്ഞാൽ ആരും എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം. കുറേ നാളിന് ശേഷം ഓട്ടയിൽ കയറും. ഇതിൻ്റെ ഇടയ്ക്ക് ആൻറ്റി വണ്ടി ഓടിക്കുന്നത് അത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ.
ടൊയോട്ടയിൽ വന്നു. ജയലക്ഷ്മിയിലാണ് ആദ്യം കയറുന്നത്. കുറേ നാളായി. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്കൊന്ന് ഞാൻ ലാസ്റ്റ് ജയലക്ഷ്മി വരുന്നത് എൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്ട് സാരി എടുക്കാനാണ്. മസാല ദോശ കഴിക്കാം. ചെറുപ്പത്തിൽ വന്ന ഓർമ്മ വരുന്നു. ജയലക്ഷ്മിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കാനായിട്ട് തൊട്ടടുത്തുള്ള അരുളകത്തിൽ കയറി ആൻറ്റി മീൽസും ഞാൻ മസാല ദോശ ഫില്ലായി കഴിഞ്ഞിട്ട് കഴിച്ചോ. വിശക്കുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല ഗൈസ്. പാത്രം കഴുകാനുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ദാൽ കറി ഉണ്ടാക്കട്ടെ. ദാൽ കറി, റൈസ് പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നോക്കണം. ചിലപ്പം ഫിഷ് ഫ്രൈ ചെയ്യത്തില്ല. ദാലും റൈസും മിനിമം. ഓക്കെ. ദാലിക്കറിക്കുള്ള ദാലെവിടെയോ തൂർട്ട മുന്ത് എല്ലാം കൂടെ ഇടാം. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ അങ്ങ് ഇടുക. ദാല് കഴുകി ദാല് കുക്ക് ചെയ്യാനുള്ള പ്രഷർ കുക്കർ. ഇത് തട്ടിക്കൂട്ടാ കേട്ടോ. പെട്ടെന്ന് അരിഞ്ഞു വെച്ച ഉള്ളിയും മുളകും തക്കാളിയും എല്ലാം കൂടെ കുഴച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് ചോറിനുള്ള അരി എടുക്കാം. ഓക്കെ. ദാല് ഓഫാക്കി ചോറ് വെക്കാനുള്ള പാത്രം ചൂടാക്കുന്നു. അരി ഇവിടെ വെള്ളത്തിൽ ഞാൻ കുത്തി വെച്ചു. ചോറ് റെഡി, ദാലും റെഡി. പെട്ടെന്ന് ഞാൻ ഒരു കുളി വാസാക്കിയിട്ട് വരാം. ഓക്കെ. പിള്ളേരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കളിയാണല്ലോ. What are you doing? Are you a cat? No. What are you doing? I'm in the box. Who put you in the box? You. You're gonna ship me away. Okay. I'm pack you. If I put you in the box, I'm going to pack you. Okay, bye. അപ്പോൾ കുളി പാസ്സാക്കിയിട്ട് ഇപ്പം ഏരനാണെങ്കിൽ മീറ്റ് ബോൾ ചൂടാക്കി. മീറ്റ് ബോൾ എടുക്കുക. മീറ്റ് ബോളിൻ്റെ കൂടെ ഡിലീഷ്യസ് ചോർ ആൻഡ് പരിപ്പ് കറി പിള്ളേർക്ക് വാരി കൊടുക്കാം. അല്ലെങ്കിൽ പാത്രം കഴുകാൻ വയ്യ. വലിയ പാത്രം. ഇതാണ് ഇന്നത്തെ ഡിന്നറും ലഞ്ചും എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാൻ പോകും. എല്ലാം കൂടി ഒരു പാത്രത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വാരി കൊടുക്കാൻ പോകും. അല്ലെങ്കിൽ എനിക്ക് കഴുകാൻ വയ്യ. സ്നോ ഇറ്റ് ഡൗൺ. ഗെറ്റ് ഡൗൺ. അടുത്ത വാരിത്തട്ടെ. Who wants the first bite? Me. How's it? Yummy? Tasty? Yeah. Little spicy? I think I put too much chili. So good. No, it's so good. Maybe I'm hungry. It is good. Like it? നല്ല വിശപ്പായുണ്ടായിരുന്നു തോന്നുന്നു. നല്ല ടേസ്റ്റ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ടുണ്ട് ജിയോ സ്വീറ്റ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്. അവർ ഫുഡ് കൊണ്ടുവന്നു. ഒരു ഹോസ്റ്റലിൽ മൊത്തം കഴിപ്പിക്കാനുള്ള ഫുഡുണ്ട്. അതിൽ 2 ആഴ്ചത്തേക്ക് സെറ്റായി. Sprouts? Yes, fish, kappas. ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. I really want time. Teacher said time. Nobody's getting more time. You guys don't know who's taking. Cook it all and get you. You want that? Huh? Huh? I want bread in it. You want it right now?
Will you eat it? I can give it to you. Yeah. With bread. Can I have 2 breads? No, ഒരു ബ്രെഡ് കഴിക്കണം. 2 ബ്രെഡ് കഴിക്കും. You already had bread. പാത്രം കഴുകണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അടപ്പ് അതിനകത്തോട് വീണു. ഇനി ഇത് കഴുകിയാലേ പറ്റുള്ളൂ. One more bread? One more bread? Yeah. More dal? Huh? Okay. You hungry, huh? You eat ചോറ് കഴിക്കും, ചോറ് കഴിക്കണം. Yeah, but that was spicy. What are you doing? Know what we're gonna be eating tomorrow? Good. No, ഇതും വെക്കും. And I know what we're gonna be eating for tomorrow. what? Rice. I gave you rice for the whole 2 weeks. അയ്യോ, പാത്രം കഴുകി കഴിഞ്ഞു. ഇതെല്ലാം ഇപ്പം ഇറങ്ങിയ പാത്രങ്ങളാണ്. ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുക്കാൻ പോകും. ഇനി മുതൽ ഞാൻ പാത്രം ഉപയോഗിക്കുന്നില്ല. വല്ല ഇലയോ ചിരട്ടയോ ചക്കയുടെ ഇലയോ അങ്ങനെ വല്ല എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പോകും. എനിക്ക് മതിയായി പാത്രം കഴുകി. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാം. വീട്ടിൽ ചെറു നേരം കൂടി ഇരുന്നിട്ട് ടാബ്ലറ്റ് കാണാൻ പോകാൻ തോന്നുന്നു. അതുകൊണ്ട് കഴിഞ്ഞിട്ട് അവരും കിടക്കും. അപ്പം ഞാൻ സൈനിങ് ഓഫ്. ബൈ. റെഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആൻറ്റി? ഫുഡ് നല്ലതായിരുന്നു. ഫുഡായിരുന്നു. മസാല ദോശ നല്ലതായിരുന്നു കുറേ നാല്. പക്ഷെ നേരത്തെ വയറ് വീർത്തു പോയി. ഉഴുന്നുവട ഓർഡർ ചെയ്ത് അവസാനം ഒരു ആഗ്രഹത്തിൽ തിരിച്ച് വീണ്ടും ജയലക്ഷ്മിയിലോട്ട്. ഇടയ്ക്ക് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. കാരണം വേറൊന്നുമല്ല, എൻ്റെ മൈക്ക് ഇടയ്ക്ക് എന്തോ പ്രശ്നം വന്നു. എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. ഈ സെയിം പ്രോബ്ലം തന്നെ എൻ്റെ നാട്ടിലെ പല വീഡിയോയ്ക്കും വന്നു. അതായത് ഇടയ്ക്ക് സൗണ്ട് ഇല്ലാതായി. അപ്പം ഞാൻ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ എനിവേ എന്തായാലും ഇവിടെ ഞങ്ങൾ ജയലക്ഷ്മിയിൽ നിന്ന് കുറച്ച് സാരികളൊക്കെ മേടിച്ചു, പള്ളിയിലൊക്കെ ഉടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. പൈസയും കൊടുത്ത് 6 മണിയായി, 6:30. അപ്പോൾ നമ്മളിനി പോത്തീസിലോട്ട് പോവാം. സാധനം നമ്മൾ പിക്ക് ചെയ്തില്ല. പോത്തീസിൻ്റെ ഷോപ്പിങ്ങോടെ കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യാം. ഇതാണ് പോത്തീസ്. ഭീമ തൊട്ടടുത്തുണ്ട്. ഓ, സാൻഡയുടെ വായിക്കാത്തതിൻ്റെ മുന്നേ ഇതിൻ്റെ അകത്തുള്ള ആളാണോ അത്? ഇതിലൂടെ എല്ലാം ഇറങ്ങാൻ പറ്റും ഇപ്പോഴും. അങ്ങനെ പോത്തീസ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി. ഭയങ്കര തിരക്കാണ്. ഈ ലോകത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. സാധനം കൂടുതലായതുകൊണ്ട് പിടിച്ചോണ്ട് നടക്കാൻ പ്രയാസം. അപ്പോൾ പിന്നെ ആൻറ്റി ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ ആൻറ്റിയെ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ലത്, അതാ നല്ലത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങ് വന്നു. കൈ നിറച്ച സാധനം ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. ഡാഡി മമ്മിയൊക്കെ 8:30 ആകുമ്പം ലാൻഡ് ചെയ്യും. എന്നിട്ട് ടാക്സി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടാക്സിയിൽ വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ജയലക്ഷ്മിയിൽ നിന്ന് വാങ്ങിച്ച സാധനം ഞങ്ങൾ പിക്ക് ചെയ്തതില്ല. ആദ്യം പിക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ അതും കൊണ്ട് പിന്നെ അല്ലേ പോത്തീസിൽ പോകേണ്ടതുകൊണ്ട് പിക്ക് ചെയ്യാതെ ബില്ലും കൊണ്ട് പിന്നെ പൈസ കൊടുത്ത് ബില്ല് ചെയ്തിട്ട് പിന്നെ പോത്തീസിൽ പോയി ഷോപ്പ് ചെയ്തിട്ട് പിന്നെ ആൻറ്റി, പിന്നെ ഞാൻ അവിടുത്തെ അവസാനത്തെ ഇത് ചെയ്യുന്ന സമയത്ത് ആൻറ്റി പോയി ജയലക്ഷ്മിയിൽ നിന്ന് സാധനം പിക്ക് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഓട്ടോ ആയിട്ട് വന്ന്. പക്ഷെ എനിക്ക് ജീച്ചാനും നേരിനൊന്നും എനിക്ക് അത്രയ്ക്ക് സാധനമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ജീച്ചാനും നേരിനൊന്നും എനിക്ക് അത്രയ്ക്ക് സാധനമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ആണുങ്ങളുടെ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് സെലക്ഷനും ചിലത് ജയലക്ഷ്മിയിൽ ആക്ച്വലി സാധനങ്ങൾ കുറവാണ്. ഇപ്പോൾ പോത്തീസിൽ ചെന്നപ്പോൾ ഇച്ചിരി കൂടി കൂടുതലായിട്ട് തോന്നി പിള്ളേരുടെ സാധനങ്ങളും ഒക്കെ. പിന്നെ വിചാരിച്ചു അവിടെ പോയാൽ മതിയായിരുന്നു എന്ന് പോത്തീസിൽ. അറിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ജയലക്ഷ്മി പോയിട്ട് പിള്ളേരുടെ സാധനങ്ങൾ ഒത്തിരി കുറവാണ് ജയലക്ഷ്മിയിൽ എനിക്ക് മനസ്സിലായത്. പോത്തീസിൽ കുറേ ഉണ്ട്. അപ്പം എന്തായാലും ഇനിയൊന്ന് മമ്മിയും ഡാഡിയും വരുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ താഴോട്ട് ചെല്ലട്ടെ. ആൻറ്റി ഒന്ന് സഹായിക്കട്ടെ. നാളെ പോകുന്നതിൻ്റെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഒന്ന് ഫ്രഷ് ആയിട്ട് ഡാഡിയും മമ്മിയും വരുന്നത് വെയിറ്റ്. ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങിയതാണ്. മമ്മിയും ഡാഡിയൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു വണ്ടി കയറി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആൻറ്റി അവിടെ അടുക്കളയിൽ എന്തൊക്കെയോ പണിയായിരുന്നു തോന്നുന്നില്ല. നോക്കട്ടെ. ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. റൈസ്, മീൻകറി, തീയല. അമ്മ
എനിക്ക് എൻ്റെ ഫേവറേറ്റാ. എന്തോ തീയല തീയൽ ഇഷ്ടമാണ്. തീയലും കാച്ചുമ്പോലും ഓക്കെ, അത് മതി എനിക്ക്. ചപ്പാത്തി വേണമെന്നില്ല. ചോറ് തന്നെ ചൂട് ചൂട് ഗരം ഗരമാ ഗരം ചൂട് ചൂട് ചോറല്ലേ. രണ്ട് ചപ്പാത്തി കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ആര് തന്നു പോയപ്പോ ഞാൻ തീയല് ഉണ്ടാക്കി വെച്ചിട്ട് തേങ്ങയുടെ വറുത്തരച്ചോണ്ടോ? അത് ഈ കഴിഞ്ഞ ഇടയ്ക്കെങ്ങാണ്ട് വരെ ഉണ്ടായിരുന്നു. തീർന്നു. അനീഷിന് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കഷ്ണമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാണ്. ഇറങ്ങണ്ടേ, പിടിക്കണ്ടേ? ഹലോ, ആരാണ്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ്? Who are you? Who are you? വെളിയിൽ പുറത്ത് വിടാത്ത വ്ലോഗുകൾ എടുത്തോണ്ടിരിക്കുന്ന വ്ലോഗർ. മമ്മി അവിടെ ന്യൂയോർക്കിൽ കണ്ട പോലെ തന്നെ ഇരിക്കുന്നല്ല, വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഞാൻ കാരണം പണികൾ കൊടുക്കലായിരുന്നു ഇവിടെ. ഡിന്നറിക്കാനായിട്ട് പോകുന്നു എല്ലാരും. സുഖമായിട്ട് എത്തി. ജെസ്സി ഇങ്ങനെ ആൻറ്റി എന്നെ ഇച്ചിരി ഞാൻ വെള്ളം കുടിപ്പിച്ചായിരുന്നു. ഞാൻ ആൻറ്റി പറഞ്ഞായിരുന്നോ ഇച്ചിരി വെള്ളം കുടിപ്പിച്ചായിരുന്നോന്ന്? നിർത്തി. ആൻറ്റി ഒരു കസരയെ കൂട്ടിക്കൊണ്ട് നടക്കുക. ആൻറ്റിയും കൂടി വാ. ഡാഡി ഞങ്ങളെ ഇട്ട് കൂട്ടി. ഡാഡി തുറന്നേ. അങ്ങനെ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പം കിടക്കാൻ പോവാം. മണി 10:30 10:30 സമയം 11 മണി അടുപ്പിച്ചായി. ഇനിയിപ്പം നാളെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കിടക്കാം. നാളെ എത്ര മണിക്കോ? 5 മണിക്കോ 6 മണിക്കോ വണ്ടി വരും. നാളെ അപ്പം രാവിലെ 6 മണിയാകുമ്പോൾ വണ്ടി വരും. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാം. എൻ്റെ മമ്മിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ വെളിയിലാക്കിയിട്ട് ഡാഡി ബുദ്ധിപരമായിട്ട് ഡോർ ലോക്ക് ചെയ്തു. കുളിക്കാൻ കയറി. ഞങ്ങളിവിടെ വെളിയിൽ നിൽക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ധൃതിയായിപ്പോയി അവസാനം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നാളത്തെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ.